അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ ദിനമാണ് കഴിഞ്ഞു പോയത്. തങ്ങളോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നൊരു മറുപടിയുണ്ട്, എനിക്ക് സാധാരണക്കാരനായി ജീവിച്ചാൽ മതി. ആ വീഡിയോ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, സാധാരണക്കാരനായി ജീവിച്ചാൽ മതി എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോൾ തങ്ങൾക്ക് പണമില്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ പദവികളില്ലാത്തതിൻ്റെയോ ഒരു കുറവുമല്ല. തങ്ങൾ വിചാരിച്ചാൽ ഏത് കോടികളും എത്ര പണമായാലും ഒരു നിമിഷങ്ങൾക്കുള്ളിൽ അത് നൽകാനുള്ള ആയിരങ്ങളും പതിനായിരങ്ങളും തങ്ങൾക്ക് കീഴിലുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അള്ളാഹുവെ എന്നെ പാവപ്പെട്ടവനായി നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് ഒരുമിപ്പിച്ചു കൂട്ടുമ്പോൾ പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവനായി എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് അള്ളാൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രവാചക പരമ്പര ഇത്ര വിശുദ്ധമായി ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മഹാനവറുകളുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളായിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും അവരുടെയൊക്കെ ഉപ്പയായിരുന്ന പൂക്കോയത്തങ്ങളും ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന വഴി ഇത് തന്നെയാണ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പല ആരോപണങ്ങൾ അടിച്ചുവിട്ടപ്പോൾ തങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്ത വലിയൊരു വാചകമുണ്ടായിരുന്നു, വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ നല്ലത് മാത്രം പറയണേ എന്ന്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുന്ന സമയത്ത് തങ്ങളോട് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷം, ആഗ്രഹം എന്താണ്? തങ്ങൾ പറയുന്നതും ഈ സമൂഹത്തിലൊരു ഐക്യമുണ്ടാകണം, ഭിന്നിപ്പുകളൊക്കെ മറന്ന് എല്ലാവരും ഐക്യപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ വരണമെന്നാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്നും ആഗ്രഹിച്ചു പോകുന്നു ആ ഒരു ഐക്യത്തെ. എന്നാൽ പലയിടത്തും ഈ ഒരു ഐക്യം പല നിലക്കും സാധ്യമാകുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്കെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിക്കുന്നതും തങ്ങളുടെ ഒരു സ്വപ്നം പൂവണിയുന്നതിൻ്റെ ഒരു കാര്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ശിഹാബ് തങ്ങളുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. താങ്കൾ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ സാധാരണക്കാരനായിട്ട് അറിയപ്പെടുന്നതാണ്. ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇനിയുള്ള കാലം താങ്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? നമ്മുടെ സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദറജയെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ശിഹാബ് തങ്ങളോടൊത്ത്, പുണ്യ റസൂൽ തങ്ങളോടൊത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ.